ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായ 2 രോഗികൾ മരിച്ചതിൽ റിപ്പോർട്ട് നേടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതിയിലാണ് ഈ നടപടി. ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ താൽക്കാലികമായി അടച്ചിട്ടു. അശ്വിൻ ബാലാഴി വീണ്ടും ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 29-ാം തീയതി മോർണിംഗ് ഷെഡ്യൂളിൽ 26 പേരാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡയാലിസിസ് ചെയ്തത്. അതിൽ 6 പേർക്ക് പിന്നീട് തൊട്ടടുത്ത ദിവസം ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. അതിൽ 2 പേര്, ഒരു രാമചന്ദ്രൻ, അദ്ദേഹം ഹരിപ്പാട് സ്വദേശിയാണ്, മറ്റൊന്ന് കായംകുളം സ്വദേശിയായ മജീദ്. ഈ 2 പേർക്ക് കലശലായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർ വിവിധ ആശുപത്രികളിൽ 2 ആശുപത്രികളിലായി ചികിത്സ തേടി. അത് ആരോഗ്യാവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മജീദിനെയും ആലപ്പുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് രാമചന്ദ്രനെയും മാറ്റി. പക്ഷേ 30-ാം തീയതി മജീദ് രോഗാണുബാധ മൂലം മരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കൾ പറയുന്നത്. തൊട്ടടുത്ത ദിവസം രാമചന്ദ്രൻ മരിക്കുകയും ചെയ്തു. ഇതിൽ കുടുംബത്തിൻ്റെ പരാതിയാണ്. അത് ഈ ഡയാലിസിസിലുണ്ടായ അണുബാധയാണ് മരണ കാരണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരുടെ പരാതിയായി നിലവിൽ ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. വലിയ പ്രശ്നമായി മാറിയതിനെ തുടർന്ന് ഇന്നലെ ഈ അണുബാധ അവിടെ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. പക്ഷേ ഡയാലിസിസ് യൂണിറ്റിനോ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിലോ ഒന്നും അണുബാധ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിനാണ് നിലവിൽ ആരോഗ്യമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് മുന്നോടിയായുള്ള റിപ്പോർട്ട് തേടൽ നടന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് DMO ആരോഗ്യമന്ത്രിക്ക് കൈമാറുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്ഥലം MLA കൂടിയായ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി കുടുംബത്തിൻ്റെ പരാതി ലഭ്യമായില്ല എങ്കിൽ പോലും ഈ വിഷയത്തിൽ നിലവിൽ ഇടപെട്ടിരിക്കുന്നത്. അതേസമയം ഇതിൽ രാമചന്ദ്രൻ്റെ അടക്കം പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയില്ല എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അണുബാധയെന്ന് കുടുംബം പറയുന്നു, പക്ഷേ അങ്ങനെയല്ല എന്ന് ആശുപത്രിയും പറയുന്നു. എന്തായാലും ആരോഗ്യമന്ത്രിക്ക് നൽകുന്ന റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.